ഇന്ന് പതിവിലും കുറച്ച് നേരത്തെ തന്നെ മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് രാവിലെ എണീച്ചപ്പോഴേ തന്നെ ഇന്ന് ചായക്കുള്ള പരിപാടിയൊന്നും അല്ല കേട്ടോ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ നല്ല തണുപ്പും നല്ല മഞ്ഞുമല്ലേ, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ചപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂട്ടി വാരി കെട്ടി കുറേ ദിവസമായല്ലോ അതൊക്കെ വെട്ടി നുറുക്കി എല്ലാം ഇട്ടിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കത്തിച്ച് എല്ലാം റെഡിയാക്കിയിട്ടോ. അപ്പോഴേക്കാണ് മീൻ വന്നത്. ഇതാ കുഞ്ഞാറ്റതാ പാത്രം കൊണ്ടൊക്കെ വന്നു. ഇത് അവളാണ് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകി വെക്കാൻ. മീൻ പിന്നെ അയാൾ തന്നെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ചേട്ടൻ, മീൻകാരൻ ചേട്ടൻ. അപ്പോൾ നമുക്കിനിയിപ്പോൾ അധികം പണിയൊന്നുമില്ല കേട്ടോ. കിളിമീനാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്തായാലും തൊലി കളയണമല്ലോ. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോഴേ ചോദിച്ചു കേട്ടോ, മീൻ നന്നാക്കി തരുമെന്ന്. അപ്പോൾ ശരി, തൊലി കളഞ്ഞ് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അതന്നെ വലിയ ഉപകാരമില്ല നമുക്ക്. അപ്പോൾ നമ്മളെന്തായാലും അതിന് ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചായക്ക് കടിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ ചോറ് എന്തായാലും റെഡിയായേ പറ്റൂ. കാരണം കുഞ്ഞാറ്റയ്ക്ക് നേരത്തെ കഞ്ഞി കൊടുക്കണം, കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് പണി ഒരുക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഇനി ഈ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഇനി മീൻ കഴുകാൻ കേട്ടോ. അപ്പോൾ ഇതിനിടയിലൊന്നും ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഞങ്ങൾ ചായ വെച്ചിട്ട് ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നല്ല തണുപ്പ് കാരണം രാവിലെ എണീച്ചപ്പോഴേ ഞങ്ങൾ ഓരോ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് കുഞ്ഞാറ്റയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ള ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്നും കൊടുത്തു. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ എന്തായാലും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് അവളെ അവിടെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വിശന്ന് കുട്ടി നേരത്തെ കരയാൻ തുടങ്ങും കേട്ടോ. കുളിക്കാനൊന്നും സമയം കിട്ടില്ല, ചിലപ്പോൾ എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടിയായിട്ട് വാശി പിടിക്കലും. അപ്പോൾ നമുക്ക് ഒരു ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ വീഡിയോസ് ചെറിയ വീഡിയോസാണ്, എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ, എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകി മീൻ വൃത്തിയാക്കിയിട്ട് വേണം ഇനി ബാക്കി നമുക്ക് ഇതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നന്നാക്കി എടുക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാം നന്നാക്കി എടുത്തു. കറി വയ്ക്കാനുള്ളത് മാറ്റി വെച്ചു. പിന്നെ കറി വറുക്കാനുള്ളത് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഇന്ന് മസാല തയ്യാറാക്കിയപ്പോഴേട്ടോ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറെല്ലാം കേടുവന്നതുകൊണ്ട് നമ്മൾ വലിയ ജാറിലിട്ടിട്ടാണ് കേട്ടോ മസാലയൊക്കെ ഉണ്ടാക്കിയത്. നോക്കുമ്പോൾ അതിൽ വെള്ളമൊഴിച്ച് വന്നപ്പോൾ കുറച്ച് മസാല കുറച്ച് ലൂസായി പോയിട്ടോ. പിന്നെ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ മീനൊക്കെ എല്ലാം തന്നെ അതെടുത്ത് വറുത്തിട്ടാ. പിന്നെ അതൊക്കെ വറുത്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുഞ്ഞാറ്റേനെ കുളിപ്പിച്ചതിന് ശേഷം അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുത്തുവിട്ട. കഞ്ഞി ആയതിന് ശേഷം അപ്പോൾ മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അവളെന്തായാലും കഞ്ഞി കുടിച്ചോളൂല്ലോ എന്ന് വിചാരിച്ചാൽ ആദ്യം മീൻ പൊരിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ അവളെ കുളിപ്പിച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് അവളെ കിടത്തി ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഇപ്പം നമ്മളിതാ ഈ കാണുന്ന പരിപാടിക്ക് നിന്നത്. വേറൊന്നും നല്ല കറി വെക്കാനും മീൻ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരാഴ്ചയോളം ആയി ഇപ്പം നമ്മൾ മീനൊക്കെ മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ ദിവസമായാലും മേടിച്ചിട്ടെന്നും പറഞ്ഞിട്ട് ചേട്ടൻ മേടിച്ച് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ ഒരാഴ്ചയായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം ഇന്ന് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഇന്ന് അടുത്ത് തന്നെയായിരുന്നു ഏട്ടന് ജോലി കേട്ടോ. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇലക്ഷൻ്റെ റിസൾട്ടും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയായിട്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇലക്ഷൻ്റെ റിസൾട്ട് കേൾക്കലും കാണലും ഒക്കെ ആയിട്ട് ഒരുപാട് നമ്മുടെ വീഡിയോസൊക്കെ നമ്മൾ പെൻഡിങ് ആയി പോയിട്ടോ. കാരണം എടുക്കാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ പിന്നെ ടി വിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. അവൾ കാർട്ടൂൺ ഇട്ടിട്ട് പിന്നെ ഫുൾ ടൈം അത് തന്നെയാണ്. അത് മാറ്റാനോ പിടിക്കാനോ ഓഫ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും മീൻകറി വെക്കാൻ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ നുറുക്കിയിട്ടാട്ടോ. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പശ ചട്ടിയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടേ എപ്പോഴും ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കേട്ടോ. ചട്ടിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതിങ്ങനെ വരണ്ടി എടുക്കാനൊക്കെ നല്ല പ്രയാസമാണ്. പിന്നെ നമ്മളിന്ന് സാധാ പുളി വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളി ഒരെണ്ണം ഞാൻ എന്തായാലും അതിൽ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മസാലകളൊക്കെ റെഡിയായി, നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടോ. ലാസ്റ്റ് നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് മീൻകറിയൊക്കെ റെഡിയാക്കിയപ്പോഴത്തേനും അമ്മതാ ഭക്ഷണമൊക്കെ കഴിക്കണം. അമ്മ ഭക്ഷണം കഴിക്കണം കണ്ടപ്പോൾ പിന്നെ ഞാനും തന്നെ ഒന്ന് പോയിട്ട് ഞാനും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് വിശപ്പൊക്കെ കയറിയിരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ പണിയും ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് എന്തായി ഇലക്ഷൻ്റെ റിസൾട്ടും കാര്യങ്ങളും എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒന്ന് ഫോണിൽ ഞോണ്ടിയിട്ടോ. അതുകൊണ്ടാണ് എനിക്ക് സമയം പോയത് കേട്ടോ. പിന്നെ അമ്മ കഴിക്കുമ്പോഴത്തേന് അമ്മ പറഞ്ഞു ഞാൻ എന്തായാലും ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്, നീ കൊണ്ടുവന്ന് കഴിച്ചോ എന്നും പറഞ്ഞു. അങ്ങനെ പിന്നെ അമ്മയും ഞാനും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അലക്കിയിട്ടില്ല, അലക്കാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇനി അവൾ എണീക്കുമ്പോഴത്തേന് അലക്കാണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നടക്കുക എന്താണെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് ഒരു ചെറിയ ശബ്ദം പോലും കേൾക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഭയങ്കര കിളികളാട്ടോ. അപ്പോൾ അവർ വന്ന് ചിലച്ചിട്ടും അല്ലെങ്കിൽ അവർ വന്ന് സംസാരിച്ചിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെയൊക്കെ ചെറിയ ശബ്ദം കേട്ടാൽ മതി കേട്ടോ. കുഞ്ഞാറ്റ എണീച്ചിട്ട് അയ്യോ അവരോട് സംസാരിക്കാൻ നിൽക്കും. കാക്കയാണെങ്കിൽ വന്ന് കരയുന്ന വെച്ചെങ്കിൽ അവൾ പറയും കാക്കച്ചി വന്നിട്ടുണ്ട് പറയും.
തത്തമ്മയെ വന്ന് ചിലയ്ക്കുന്ന വെച്ചെങ്കിൽ തത്തമ്മ വന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പണി നടക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞു. ഇന്നലെ ഞങ്ങൾ പറിച്ച മുരിങ്ങയുടെ കേട്ടോ, അതിപ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല, പച്ചമുളകും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് കറി വെക്കാനും തന്നെ പച്ചമുളക് ഇട്ടിട്ടൊന്നല്ല കേട്ടോ കറി വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുവിധം നമ്മളിത് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോഴത്തേന് കുഞ്ഞാറ്റ എണീച്ചു. പിന്നെ അമ്മ ഇന്നലെ 2 ദിവസം മുന്നേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കൂമ്പ് പകുതി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 3:30-4 മണിയൊക്കെ ആവാനായപ്പോഴത്തേനും രാജേട്ടൻ വന്നു, പണിയൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാല് കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് ചായ വെച്ച് കുടിച്ചിട്ടൊക്കെ ഇനി മെല്ലെ റെസ്റ്റൊക്കെ എടുത്തിട്ടുള്ളൂ ബാക്കി പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പോൾ ഇന്നലെ വന്നപ്പോഴും തന്നെ പെട്ടെന്ന് പോയൊന്നുമില്ല. ഇന്നലെ ഏട്ടൻ വന്നപ്പോൾ സ്റ്റാർ തൂക്കാനൊക്കെ ആയിട്ട് കുറച്ച് നേരം കുഞ്ഞാറ്റയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടോ. ഇവക്കിപ്പോൾ അങ്ങനെയാണ്, ഏട്ടൻ വന്നിട്ട് അപ്പം തന്നെ പോകുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടും അതേപോലെ അവൾ കരയുകയൊക്കെ ചെയ്യൂട്ടോ. വാശി പിടിച്ചാൽ പിന്നെ നല്ല വാശിയായിരിക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ പോകുന്നോ അല്ല ഏട്ടന് സമാധാനമല്ല പറഞ്ഞിട്ട് ചിലപ്പോൾ പോയ വഴിക്ക് തന്നെ പകുതി എത്തുമ്പോൾ ഏട്ടൻ ഇങ്ങോട്ട് തിരിച്ചു വരും കേട്ടോ. അങ്ങനെ എന്തായാലും ചായയൊക്കെ ആയിട്ടുണ്ട്, പാലൊക്കെ കാച്ചി മാറ്റി വെച്ച് പിന്നെ ചായ ആയി. പിന്നെ നമ്മൾ ചായക്ക് ഞാൻ ആദ്യം എടുത്ത ഗ്ലാസ് നോക്കുമ്പോൾ ഗ്ലാസ് ചെറുതായിട്ടൊന്ന് ചിന്നിയിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ വേറൊരു ഗ്ലാസ് എടുത്തിട്ട് അത് കഴുകിയിട്ട്, പിന്നെ നമുക്ക് എപ്പോഴും ഇല്ല എൻ്റെ ഒരു ശീലമാണ് കേട്ടോ, നമ്മൾ എന്തെടുക്കുകയെന്നുണ്ടെങ്കിലും ഒന്ന് കഴുകി പിന്നെ എന്തെങ്കിലും സോപ്പിട്ട് കഴുകിയിട്ടൊക്കെ കേട്ടോ പിന്നെ നമ്മൾ എന്തെടുക്കുകയെന്ന് അപ്പം തന്നെ ചിലപ്പോൾ കഴുകി വെച്ച പാത്രം തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ ഞാനൊന്നും കൂടി കഴുകും കേട്ടോ. എന്നെ അതിനെപ്പോഴും അമ്മ ഓരോന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ ചായക്കായി ഏട്ടന് കൊണ്ടുവന്ന് കൊടുത്ത് കുഞ്ഞാറ്റ എണീച്ചിട്ട് പിന്നെ ചൂടുവെള്ളവും അതേപോലെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് ചായ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേനെ അവൾ പറഞ്ഞു എനിക്കും ചായ വേണമെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവൾക്കുള്ള ചായയൊക്കെ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഏട്ടന് ഇന്ന് വന്നപ്പോഴത്തന്നെ കയ്യിന് വേദനയായിട്ട് കുറച്ച് ദിവസം കേട്ടോ, ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും നമ്മളെ പിന്തുടർന്നേ ഇരിക്കുകയാണ് കേട്ടോ. ഒരു പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം, അല്ലെങ്കിൽ മറ്റൊരു വേദന അല്ലെങ്കിൽ വേറൊരു വേദന പറഞ്ഞിട്ട് കേട്ടോ. ഏട്ടനെ ഇപ്പോൾ അന്ന് സുഖമില്ലാതായിട്ട് അന്ന് കുഴയൊക്കെ ചെയ്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ അടുത്തത് അപ്പോഴത്തേനും കൈ വേദന കേട്ടോ. അപ്പോൾ കയ്യിന് എക്സ്റേ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയ്യിന് മുട്ടിൻ്റെ അവിടെ കേട്ടോ, ഇടത് കൈയിൻ്റെ മുട്ടിൻ്റെ അവിടെ. അപ്പോൾ ആദ്യം വലത് കൈയിൻ്റെ ഷോൾഡറിൽ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെ ജോയിൻറ്റ് ഇങ്ങനെ നമ്മുടെ ജോയിൻറ്റ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തപ്പോൾ ഏട്ടന് ആ വേദനയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേനാണ് ഇനി അടുത്ത കൈ കേട്ടോ, ഇടത് കൈയിൻ്റെ മുട്ടിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ അത് എക്സ്റേ ഒക്കെ എടുത്തു. അപ്പോൾ ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് അപ്പോൾ നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു അവിടെ നമ്മുടെ എല്ലിൽ നിന്നിട്ട് എല്ലിൻ്റെ ഇതിൽ നിന്ന് ഇറച്ചി ഇങ്ങോട്ട് മാറി വന്നിരിക്കുകയാണെന്ന് കേട്ടോ. അപ്പോൾ ഏട്ടനത് കേട്ടപ്പോൾ ഭയങ്കര, നമുക്ക് എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഇടത് കൈ ആണെങ്കിൽ വലത് കൈ നമുക്ക് രണ്ടും ഒരുപോലെ തന്നെയാണല്ലോ. നമുക്ക് രണ്ടും ഇല്ലാതെ നമുക്ക് എന്ത് ജോലി ചെയ്യുമ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. നമുക്ക് ഒന്ന് മാറ്റി വെച്ച് ഒരു കൈ കൂടി ചെയ്യാമെന്ന്, വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആക്സിലേറ്റർ പിടിക്കാനും എന്തിനും ഏട്ടൻ പറയും ഭയങ്കര വേദനയാണ്, എനിക്ക് മടക്കാനും നിവർത്താനൊന്നും വയ്യ. എന്നിട്ടിപ്പോൾ തൽക്കാലം ഒരു ബെൽറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് വേദന നിൽക്കുന്നില്ല. ചെറിയ രാത്രി മാത്രം കഴിക്കാനൊരു വേദനയുടെ ഗുളികയുണ്ട്. അപ്പോൾ ദശ മാറി നിൽക്കുന്നു, എല്ലിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യണം എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചത്തോളം എന്തായാലും ഫിസിയോതെറാപ്പി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാം. നമുക്ക് മറ്റുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അസുഖമാണ് എന്നാൽ പോലും നമുക്കത് മാറ്റി വെക്കാൻ പറ്റില്ല. എന്നാലും നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടനിപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളും. നമുക്ക് ഒന്നല്ലെങ്കിൽ ഒന്നിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഒരസുഖം അല്ലെങ്കിൽ ഒരസുഖം എന്താ ഇപ്പോൾ ചെയ്യാൻ. നമുക്ക് ഏട്ടനാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ മതി കേട്ടോ ടെൻഷൻ അടിക്കാനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമുക്ക് ഏട്ടൻ്റെ ഇടത് കൈയിൻ്റെ വലത് കൈയിൻ്റെ ഷോൾഡർ അങ്ങനെ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. കൈ അനക്കാൻ വയ്യാതെ മെഷീൻ തൊടാനും, മെഷീൻ വർക്കല്ലേ, അപ്പോൾ അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഹാർഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ മലയും കുന്നൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോയിട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ജോലി എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ പറയുമല്ലോ ഡോക്ടേഴ്സിനോട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ശ്രദ്ധക്കുറവ് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ നീങ്ങിയതായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരിയാവും, കുഴപ്പമൊന്നുമില്ല. അതിന് പെയിനുള്ള മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതും കൂടി ചെയ്താൽ മാറ്റം വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അതേക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഏട്ടൻ കുറച്ച് നേരം ഇങ്ങനെ ഡള്ളായിട്ട് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളങ്ങനെ സംസാരിച്ച് കുഞ്ഞാറ്റയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പോയി കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും മുറ്റടിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ
എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ വൈകുന്നേരത്ത് മേല് കുളിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമുള്ളൂ ഇല്ല കേട്ടോ. കാരണം നല്ല രാത്രിയാവണം, നല്ല സന്ധ്യ ആയതിനു ശേഷം മാത്രമേ ഇവളെ മേല് കുളിപ്പിക്കാനോ അല്ലെങ്കിൽ മേല് കഴുകാനോ എന്തിനേലും പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും ഈ പൊടിക്കടെ മണ്ണിൽ കൂടെ ഇറങ്ങി ഓടി കളിക്കന്നെ ആയിരിക്കും. പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല കേട്ടോ. മുറ്റത്ത് കൂടെ ഇറങ്ങി കല്ല് പെറുക്കലും എറിയലും അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ഒക്കെ നമ്മുടെ പുറകെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് കുഞ്ഞ വീഡിയോസാണ്. എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കാൻ മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് ഒരുപാട് കൂട്ടുകാർ വന്ന് കാണുന്നുണ്ട്. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മൾ Q&A ചെയ്യാന്ന് പറയാന്നല്ല, എനിക്ക് അതിന് പറ്റിയൊരു സാഹചര്യം പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാത്തത്. കുഞ്ഞാറ്റേനെ നിർത്തിയിട്ട് എനിക്ക് വീഡിയോ ഡയറക്റ്റ് എടുക്കാൻ ഓൺ വോയിസിൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അടുത്ത വീഡിയോയിൽ